Hello guys, welcome to Audiophile. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് JBLന്റെ ഇയോൺ 1 കോമ്പാക്ട് എന്ന് പറഞ്ഞൊരു മോഡലായിട്ടാണ്. ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ ബോസ് S1 Pro Plusന്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു മോഡലാണിത്. അതുകൊണ്ട് ഇതിൻ്റെയും കൂടെ ഒരു റിവ്യൂ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു പോർട്ടബിൾ 4-ചാനൽ ബാറ്ററി പവേർഡ് സ്പീക്കറാണ്. ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് ഓൾമോസ്റ്റ് 8 കിലോഗ്രാം ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു 8-ഇഞ്ച് ബൂഫറും അതുപോലെ ഒരു 1-ഇഞ്ച് HFും ആണുള്ളത്. 112 dB SPL പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീക്കറാണ്. 150 വാട്ട്സ് ആണ് ഇതിൻ്റെ ഒരു പവർ ഔട്ട്പുട്ട്. JBL ഇയോൺ 1 കോമ്പാക്റ്റിൻ്റെ ഒരു ലോ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ 35 ഹെർട്സ് മുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ലോ ഫ്രീക്വൻസി റെസ്പോൺസ് നിങ്ങൾക്ക് ഈ ഒരു സ്പീക്കറിൽ കിട്ടുന്നതാണ്. നമ്മൾ പറഞ്ഞു ഇതൊരു ബാറ്ററി പവേർഡ് സ്പീക്കറാണെന്ന്. ഇതിൻ്റെ ഒരു ചാർജ് ആവാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ 2.5 ഹവറാണ്. 2.5 ഹവർ കൊണ്ട് നിങ്ങൾക്കൊരു 10 ഹവർ പ്ലേ ബാക്ക് നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1.5 ഇയർ ആയിട്ട് ഈ ഒരു സ്പീക്കർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം കമ്പനി പറയുന്നത് ഓൾമോസ്റ്റ് 10 ഹവറാണ്. അത്ര തന്നെ ഏകദേശം നമുക്കും ഇത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം 1 ഇയർ വരെ ഇതിന് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്ററി എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് ഇതിൻ്റെ ഒരു ബാറ്ററി. ഈ ഒരു ബാറ്ററി നിങ്ങൾക്ക് ഇതിനകത്ത് വെച്ച് നമുക്ക് ഈ ഒരു ചാർജിങ് പോർട്ട് വഴി ഇതിൻ്റെ പവറാണ്, പവർ ഇൻപുട്ടാണ്. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് ഇത് ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു ചാർജിങ് ഡോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളടുത്ത് ഒരു സ്പീക്കറും ഒരു ബാറ്ററിയും ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ബാറ്ററി വാങ്ങിച്ച് സ്പെയർ ആയിട്ട് വേറൊരു ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് 10 ഹവറിൽ കൂടുതൽ കണ്ടിന്യൂസ് പ്ലേ ബാക്ക് വേണമെങ്കിൽ 10 ഹവർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബാറ്ററി മാറ്റിയിട്ടാൽ മതി. ആ രീതിയിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇത് എങ്ങനെയാണ് ഊരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ഊരാനായിട്ട് ഇവിടെ ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇവിടെയാണ് ബാറ്ററി പ്ലേസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇതുപോലെ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് ഇതിനൊരു ചാർജിങ് ഡോക്ക് എക്സ്ട്രാ അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് ഇട്ട് ചാർജ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. JBL ഇയോൺ 1 കോമ്പാക്റ്റിൻ്റെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലോറിൽ ഇത് മോണിറ്ററായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതുപോലെ ഒരു ട്രൈപോഡ് സ്റ്റാൻഡിൽ വെച്ച് വെർട്ടിക്കലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പെർഫോമൻസ് ഓറിയൻറ്റേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഈ ലോഗോയും ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ പറഞ്ഞു ഇതൊരു 4-ചാനൽ പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കറാണെന്ന്. അപ്പോൾ നമുക്കിതിൻ്റെ സൈഡിലുള്ള ഇൻപുട്ട്സ് കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാം. ബാക്ക് സൈഡിൽ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ പവർ ബട്ടൺ കാണാം. അതിന് തൊട്ട് താഴെയായിട്ട് 2 കോംബോ XLR ഇൻപുട്ടാണ് കൊടുത്തത്. നിങ്ങൾക്കിത് ജാക്ക് ഇൻപുട്ടോ അതോ XLRോ നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. അതിന് താഴെയായിട്ട് ഹൈസി എനേബിൾഡ് ആയിട്ടുള്ള ഒരു ജാക്ക് ഇൻപുട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിങ്ങളുടെ ഗിറ്റാർസ് എല്ലാം നിങ്ങളുടെ ടോൺ നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അതിന് താഴെ ഒരു ഓക്സ് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഓക്സ് ഇൻപുട്ട് അതേ ചാനൽ തന്നെയാണ് ബ്ലൂടൂത്തും വരുന്നത്. അപ്പം ബ്ലൂടൂത്ത് ഡിവൈസ് അല്ല നിങ്ങൾ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓക്സ് ഇൻപുട്ടിൽ പ്ലഗ് ചെയ്തും പ്ലേ ചെയ്യാൻ പറ്റും. അതിന് തൊട്ട് താഴെ ഒരു പാസ് ത്രൂ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്പീക്കറിൻ്റെ ത്രൂ ഔട്ട് എടുത്ത് നിങ്ങൾക്ക് വേറെ സ്പീക്കറിൽ കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതുവഴി ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് താഴെ ഒരു ഹെഡ്ഫോൺ ഔട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ ഇൻപുട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലിസൺ ചെയ്യണമെങ്കിൽ ഈ ഒരു ഹെഡ്ഫോൺ ഔട്ട് ത്രൂ നിങ്ങൾക്ക് ലിസൺ ചെയ്യാൻ പറ്റും. അതിന് താഴെ 3.0 USB 2 പോർട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടാബ്ലറ്റ് ഫോണൊക്കെ നിങ്ങൾക്ക് ഇതുവഴി ചാർജ് ചെയ്യാൻ പറ്റും. തൊട്ട് താഴെയായിട്ടാണ് പവർ സോക്കറ്റ് വരുന്നത്. നമ്മളിതിൻ്റെ പവർ ഒന്ന് ഓൺ ചെയ്യാണ്. നമ്മൾ പറഞ്ഞു ഇതിനകത്തൊരു ഇൻബിൽഡ് 4-ചാനൽ മിക്സർ ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ കൺട്രോൾസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്കൊരു ചാനൽ സെലക്ട് സ്വിച്ച് കാണാൻ പറ്റുന്നതാണ്. ഇതുപയോഗിച്ചാണ് നമ്മുടെ ചാനലിൽ നമ്മൾ സ്വിച്ച് ചെയ്യുന്നത്. 1 2 3 4 എന്നിങ്ങനെ 4 ചാനലുകളാണ് നമുക്കിതിലുള്ളത്. അതിന് തൊട്ട് താഴെ ഒരു മൈക്ക് ഓർ ലൈൻ സെലക്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻപുട്ട് ലെവൽ മൈക്ക് ലെവലാണോ അതോ ലൈൻ ലെവലാണോ എന്ന് നമുക്ക് ഇതിൽ സ്വിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് താഴെ ഒരു ഫാൻറ്റം പവർ സ്വിച്ചാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഇൻപുട്ടിൽ മാത്രമേ നമുക്ക് കണ്ടൻസർ മൈക്രോഫോൺ ഉപയോഗിക്കാൻ പറ്റൂ. കാരണം സെക്കൻഡ് ഇൻപുട്ടിന് ഫാൻറ്റം പവർ എനേബിൾ ചെയ്യാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഇൻപുട്ടിന് മാത്രമേ നമുക്ക് ഫാൻറ്റം ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് തൊട്ട് താഴെ ഒരു ഡക്കിംഗ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളൊരു ബട്ടണാണിത്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്യുന്ന മ്യൂസിക് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. അതിനുള്ളൊരു ഫീച്ചറാണിത്. നിങ്ങൾ ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീച്ചർ ഉപയോഗപ്പെടും. അതിന് തൊട്ട് താഴെ ഒരു ബ്ലൂടൂത്ത് ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബ്ലൂടൂത്ത് ബട്ടൺ ഇതുപോലെ ബ്ലിങ്ക് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് നിയർ ബൈ ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത് സ്റ്റേബിളായിട്ട് കത്തുന്ന സമയത്ത് അത് ഒരു ഡിവൈസുമായിട്ട് കണക്റ്റഡ് ആണെന്നാണ് അത് മീൻ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് റോട്ടറി കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാസ്റ്റർ വോളിയം വരുന്നത്.
ഇത് നമ്മുടെ ഗെയിൻ കൺട്രോൾ ആണ്. അതിന് തൊട്ടതായ ട്രിബിൾ, ബാസ്, റിവേർബ് എന്നിങ്ങനെയാണ് ഈ ഒരു കൺട്രോൾസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്തായിട്ട് നമ്മളിപ്പം ഒരു ചാനൽ 1 സെലക്ട് ചെയ്തു. 1 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗെയിൻ ആണ് നമുക്ക് ഇത് വരുന്നത്. ഇത് അതിൻ്റെ ഗെയിൻ കൺട്രോൾ ആണ്. അതിന് തൊട്ട് താഴെ ഇതിൻ്റെ ട്രിബിള് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഈ ലൈറ്റ് ഇവിടുന്ന് 0 മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതിന് തൊട്ട് താഴെ ബേസ്, അതിന് തൊട്ട് താഴെ റിവർബാണ്. ആക്ച്വലി നമുക്ക് ഇതിനകത്ത് 3 എഫക്ട്സ് അവൈലബിൾ ആണ്. അത് നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. 2 ആപ്ലിക്കേഷനാണ് ഈ ഒരു ഡിവൈസ് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. JBL Pro Connect, അതുപോലെ തന്നെ JBL Compact 1. ഈ 2 ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഒരു ബ്ലൂടൂത്ത് നിങ്ങൾക്ക് 10 മീറ്റർ ഡിസ്റ്റൻസിൽ വരെ നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് പറയുന്നത് അവർ. അതുപോലെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ചാനൽ മോഡ്, അതുപോലെ തന്നെ മിക്സ് മോഡ്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചാനൽ സെലക്ഷൻ സ്വിച്ച് ഉപയോഗിച്ച് ഒരു ചാനലാണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചാനൽസിൻ്റെ കൺട്രോൾസ് ആയിട്ടാണ് ഈ 4 റോട്ടറി നോബ്സ് വർക്ക് ആവുന്നത്. ഇനി നിങ്ങൾ എല്ലാ ചാനലും സെലക്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, ഓൾ ഗ്രീൻ കാണാൻ പറ്റും. ആ സമയത്ത് ഈ 4 കൺട്രോൾസ് ഇതിൻ്റെ വോളിയമായിട്ടാണ് വർക്ക് ആവുന്നത്. അപ്പോൾ 2 രീതിയിൽ വർക്കാവും, ചാനൽ മോഡിലും അതുപോലെ തന്നെ മിക്സ് മോഡിലും. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് 4 വോളിയം കൺട്രോൾ ചെയ്യാം, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ചാനൽസിൻ്റെ പാരാമീറ്റേഴ്സും, അതായത് ഗെയിന്, ട്രിബിള്, ബാസ്, അതുപോലെ റിവർബ്, എഫക്ട്സ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. JBL EON 1 കോമ്പാക്റ്റ് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് 2 ആപ്ലിക്കേഷൻസ് ആണുള്ളത്. അത് ഒന്ന് JBL കോമ്പാക്റ്റ് കണക്റ്റും അതുപോലെ തന്നെ JBL Pro കണക്റ്റും. നമ്മളിവിടെ JBL Pro കണക്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ പോവാണ്. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതുപോലൊരു വിൻഡോ ആയിരിക്കും വരിക. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ സ്പീക്കറും അതുപോലെ ഐപാഡോ ഒരു ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം ബാറ്ററി ലെവൽ, അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ നെയിം. നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് സ്പീക്കറിൻ്റെ മേലെ LED ബ്ലിങ്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ ഏത് സ്പീക്കറാണോ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്തത് നിങ്ങൾക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ സ്പീക്കറിൻ്റെ നെയിമിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു വിൻഡോ ആണ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും 4 ചാനൽസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. FX റിട്ടേൺസ്, പിന്നെ ഒരു മിക്സ് ഔട്ട്, അതുപോലെ തന്നെ ഒരു മാസ്റ്റർ ഔട്ട്. ഇങ്ങനെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇൻഡിവിജ്വൽ ചാനലായി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം മൈക്ക് ലൈൻ മോഡുണ്ട്, അതേപോലെ ഫാൻറ്റം പവർ ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു EQയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രീസെറ്റ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റം EQ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് FX സെൻസ് ആണ്. നമ്മൾ പറഞ്ഞു 3 എഫക്ട്സ് അവൈലബിൾ ആണ്, റിവർബ്, ഡിലേ, അതുപോലെ തന്നെ കോറസ്. ഇനി ഇതിൻ്റെ കൂടുതൽ സെറ്റിങ്സ് വേണമെങ്കിൽ ഇവിടെ എഫക്ട്സ് സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ എഫക്ട്സിൻ്റെയും ഫുൾ പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് ഇവിടെ എൻലാർജ് ആയിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാം റിവർബിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡിലേ, അതുപോലെ കോറസ്, എല്ലാത്തിനും പ്രീസെറ്റ്സും അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് സെറ്റിങ്സ് നിങ്ങൾക്ക് മേലെ നിന്ന് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഡിലേ ആണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മേലെ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെയാണ് ഇതിലുള്ള ഓപ്ഷൻസ്. നിങ്ങൾക്കിപ്പോൾ എഫക്ട്സ് സെൻഡ് ചെയ്യണമെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾ ചാനലിൻ്റെ എഫക്ട്സ് സെൻസിൽ വന്നിട്ട് ഏത് ചാനലിൻ്റെ എഫക്ട്സ് സെൻസ് ആണോ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ചാനൽ ഇവിടെ കിട്ടും. ആദ്യം ഫസ്റ്റ് വരുന്നത് നിങ്ങളുടെ ചാനൽ ഫേഡർ ആയിരിക്കും. അതിനുശേഷം റിവർബ് സെൻഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സെൻഡ് ചെയ്യാം, അതുപോലെ ഡിലേ, അതുപോലെ കോറസ് എഫക്റ്റ്. അപ്പം ഇങ്ങനെയാണ് ഇത് എഫക്ട്സ് സെൻസ് ചെയ്യുന്നത്. അതുപോലെ റിട്ടേൺ ഇത് നിങ്ങളുടെ മാസ്റ്റർ ഔട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. അതുമാത്രമല്ല 4 സ്പീക്കർ വരെ ബ്ലൂടൂത്ത് ഉപയോഗിച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് സ്റ്റീരിയോ മോഡിലോ മോണോ മോഡിലോ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതും വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ കണ്ടു നമുക്ക് ചാനൽ EQ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ നമ്മുടെ ഔട്ട്പുട്ടിനും നമുക്ക് EQ അവൈലബിൾ ആണ്. ഇവിടെ മാസ്റ്റർ ഫേഡർ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ EQയിൽ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാസ്റ്റർ ഔട്ട്പുട്ട് EQ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് പ്രീസെറ്റ്സ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചും EQ ചെയ്യാൻ പറ്റും. നമുക്ക് റീസെറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ EQ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഓപ്ഷൻസൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. JBL EON 1 കോമ്പാക്റ്റിനെ കുറിച്ചുള്ള അത്യാവശ്യ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അവിടെ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.